ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ആര്? ചോക്കില അയ്യർ. 2001-ൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റ ചോക്കില അയ്യർ ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ്. ഇന്ത്യൻ നയതന്ത്ര ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമാണ് അവർ. മണിബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 110. ഇന്ത്യൻ ഭരണഘടനയുടെ 110-ാം അനുച്ഛേദമാണ് മണിബില്ലിന്റെ നിർവചനവും അത് സംബന്ധിച്ച വ്യവസ്ഥകളും നൽകുന്നത്. രാജ്യസഭയേക്കാൾ ലോക്സഭയ്ക്ക് മണിബില്ലുകളുടെ കാര്യത്തിൽ കൂടുതൽ അധികാരങ്ങളുണ്ട്. റഫ്ലേഷ്യ പൂവ് ഏറ്റവും കൂടുതൽ കാണുന്ന രാജ്യം? മലേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കളിലൊന്നായ റഫ്ലേഷ്യ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ മഴക്കാടുകളിൽ കാണപ്പെടുന്നു. ശവന്നാറിപ്പൂവ് എന്നും ഇത് അറിയപ്പെടുന്നു. മൗര്യസാമ്രാജ്യത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? പാടലീപുത്രം. പുരാതന ഇന്ത്യയിലെ മൗര്യസാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പാടലീപുത്രമായിരുന്നു. ഇന്നത്തെ പാറ്റ്ന നഗരത്തിന് സമീപമാണ് ഇത് സ്ഥിതി ചെയ്തിരുന്നത്. നിരവധി രാജവംശങ്ങളുടെ ഭരണകേന്ദ്രമായിരുന്നു ഈ നഗരം. ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഏത്? കാണ്ഡം. ഉള്ളിയുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗം യഥാർത്ഥത്തിൽ ഒരു പരിഷ്കരിച്ച കാണ്ഡമാണ്, ബൾബ്. ഇത് ആഹാരം സംഭരിച്ചു വയ്ക്കുകയും ചെടിയുടെ പ്രത്യുൽപാദനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. എനർജി കൺസർവേഷൻ ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് എന്ന്? 2002 മാർച്ച്. ഇന്ത്യയിൽ ഊർജ്ജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് 2001-ൽ പാർലമെന്റ് പാസാക്കുകയും 2002 മാർച്ചിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്ത നിയമമാണ് എനർജി കൺസർവേഷൻ ആക്ട്. ഏറ്റവും ഉയരം കൂടിയ പൂവ് ഏത്? ടൈറ്റൻ ആരം. കോർപ്സ് ഫ്ലവർ എന്നും അറിയപ്പെടുന്ന ടൈറ്റൻ ആരം, അമോർഫോഫാലസ് ടൈറ്റനം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പൂക്കളിലൊന്നാണ്. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലാണ് ഇത് പ്രധാനമായും കാണപ്പെടുന്നത്. അണുസംഖ്യ, അറ്റോമിക് നമ്പർ എന്ന ആശയം ആദ്യമായി മുന്നോട്ടുവെച്ച ശാസ്ത്രജ്ഞനാര്? ഹെൻറി മോസ്ലി. മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അണുസംഖ്യയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുകയും ആവർത്തന പട്ടികയെ അണുസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുകയും ചെയ്ത പ്രമുഖ ബ്രിട്ടീഷ് ഭൗതികശാസ്ത്രജ്ഞനാണ് ഹെൻറി മോസ്ലി. ഇന്ത്യയിൽ IAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനം എവിടെയാണ്? മസൂറി. ഉത്തരാഖണ്ഡിലെ മസൂറിയിൽ സ്ഥിതി ചെയ്യുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ LBSNAA ആണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്ന പ്രധാന സ്ഥാപനം. ലിബിയയിലെ നാണയം ഏത്? ദിനാർ. വടക്കേ ആഫ്രിക്കൻ രാജ്യമായ ലിബിയയുടെ ഔദ്യോഗിക നാണയം ലിബിയൻ ദിനാറാണ്. നിരവധി അറബ് രാജ്യങ്ങളിലും ഈ പേരിൽ നാണയങ്ങളുണ്ട്. ശിശുബാലവധം രചിച്ചത് ആര്? മാഗൻ. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സംസ്കൃത മഹാകവിയായ മാഗൻ രചിച്ച മഹാകാവ്യമാണ് ശിശുബാലവധം. മഹാഭാരതത്തിലെ ഒരു ഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ഈ കൃതി സംസ്കൃത സാഹിത്യത്തിലെ മികച്ച കൃതികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കിഷൻഗ് പെയിന്റിംഗ് ഏത് സംസ്ഥാനത്താണ് ഉദ്ഭവിച്ചത്? രാജസ്ഥാൻ. 18-ാം നൂറ്റാണ്ടിൽ രാജസ്ഥാനിലെ കിഷൻഗിൽ വികസിച്ചുവന്ന ഒരു പ്രത്യേക ശൈലിയിലുള്ള ചിത്രകലയാണ് കിഷൻഗ് പെയിന്റിംഗ്. ബനി തനി എന്ന പ്രസിദ്ധമായ ചിത്രം ഈ ശൈലിയുടെ ഉദാഹരണമാണ്. SK പൊറ്റക്കാടിന്റെ പൂർണ്ണനാമം എന്ത്? ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട്. ജ്ഞാനപീഠം അവാർഡ് ജേതാവും പ്രമുഖ മലയാള സാഹിത്യകാരനുമാണ് SK പൊറ്റക്കാട്. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ തുടങ്ങിയ കൃതികളിലൂടെയും യാത്രാ വിവരണങ്ങളിലൂടെയും അദ്ദേഹം പ്രശസ്തനാണ്. കൃഷ്ണദേവരായരുടെ ആസ്ഥാന കവി ആര്? അല്ലസാനി പെദ്ദന. വിജയനഗര സാമ്രാജ്യത്തിലെ തുളുവ രാജവംശത്തിലെ ഏറ്റവും പ്രമുഖനായ ഭരണാധികാരിയായിരുന്ന കൃഷ്ണദേവരായരുടെ ആസ്ഥാന കവികളിൽ പ്രധാനിയായിരുന്നു അല്ലസാനി പെദ്ദന. അദ്ദേഹം ആന്ധ്ര കവിതാപിതാമഹൻ എന്നറിയപ്പെട്ടു. ആരുടെ അംബാസഡറായിട്ടാണ് തോമസ് റോ ഇന്ത്യയിലെത്തിയത്? ജെയിംസ് ഒന്നാമൻ. 1615-ൽ ബ്രിട്ടനിലെ ജെയിംസ് ഒന്നാമൻ രാജാവിന്റെ പ്രതിനിധിയായി തോമസ് റോ മുഗൾ ചക്രവർത്തി ജഹാംഗീറിന്റെ കൊട്ടാരത്തിലെത്തി.
ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ വ്യാപാരബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിച്ചു. അന്തരീക്ഷ വായുവിൽ ആർഗണിന്റെ അളവ് എത്ര? 0.9%. അന്തരീക്ഷ വായുവിൽ നൈട്രജൻ 78%, ഓക്സിജൻ 21% എന്നിവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള മൂന്നാമത്തെ വാതകമാണ് ആർഗൺ. ഇതൊരു അലസ വാതകമാണ്. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ഏത്? ബാരോമീറ്റർ. അന്തരീക്ഷത്തിലെ വായുവിന്റെ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. കാലാവസ്ഥാ പ്രവചനങ്ങളിലും ഉയരം അളക്കുന്നതിലും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. അണുനാശകങ്ങളുടെ ഉപയോഗം കണ്ടെത്തിയത് ആര്? ജോസഫ് ലിസ്റ്റർ. ശസ്ത്രക്രിയകളിൽ അണുനാശിനികളുടെ ഉപയോഗം ആദ്യമായി പ്രോത്സാഹിപ്പിച്ചത് ബ്രിട്ടീഷ് സർജനായ ജോസഫ് ലിസ്റ്റർ ആണ്. ഇത് ശസ്ത്രക്രിയ അനന്തരമുള്ള അണുബാധകൾ കുറയ്ക്കുന്നതിനും രോഗികളുടെ അതിജീവന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന പോർച്ചുഗീസുകാർ ആരെല്ലാം? ദുവാർത്തെ ബർബോസ, ഡൊമിംഗോസ് പയസ്. കൃഷ്ണദേവരായരുടെ ഭരണകാലത്ത് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരികളാണ് ദുവാർത്തെ ബർബോസയും ഡൊമിംഗോസ് പയസും. അവരുടെ യാത്രാവിവരണങ്ങൾ അന്നത്തെ സാമ്രാജ്യത്തിന്റെ സമ്പത്തും ഭരണസംവിധാനത്തെയും കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. കടന്നുകയറ്റത്തെ തടഞ്ഞ അതേ വികാരത്തോടും ശക്തിയോടും കൂടി ഇനി നമ്മൾ സമാധാനത്തിനായി പൊരുതണം എന്ന് പറഞ്ഞത് ആര്? ലാൽ ബഹാദൂർ ശാസ്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി 1965-ലെ ഇന്ത്യ-പാക് യുദ്ധത്തിന് ശേഷമാണ് ഈ വാക്കുകൾ പറഞ്ഞത്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യവും അദ്ദേഹത്തിന്റേതാണ്. കടൽ പിറകോട്ടിയ കുട്ടുവൻ എന്നറിയപ്പെട്ട രാജാവ് ആര്? ചേരൻ ചെങ്കുട്ടുവൻ. സംഘകാലഘട്ടത്തിലെ പ്രമുഖ ചേരരാജാക്കന്മാരിൽ ഒരാളാണ് ചേരൻ ചെങ്കുട്ടുവൻ. കണ്ണകി ആരാധന പ്രചരിപ്പിച്ചതായും ചില ചരിത്രരേഖകളിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ശിവസേന ഏത് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷിയാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയാണ് ശിവസേന. പ്രാദേശിക സ്വത്വത്തിലും മറാഠി ഭാഷയിലും സംസ്കാരത്തിലും ഊന്നിയാണ് ഈ പാർട്ടി പ്രവർത്തിക്കുന്നത്. കടൽത്തീരത്തിന്റെ നീളത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശിന്റെ സ്ഥാനം എത്ര? 2ാം സ്ഥാനം. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിനാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത്. ആന്ധ്രാപ്രദേശിന് ഏകദേശം 974 കിലോമീറ്റർ കടൽത്തീരമുണ്ട്. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കടൽത്തീരമാണ്. കടൽജലത്തിൽ നിന്ന് ശുദ്ധജലം തയ്യാറാക്കുന്ന രീതി ഏത്? ഡിസ്റ്റിലേഷൻ, സ്വേദനം. ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം എന്നത് കടൽജലത്തെ ചൂടാക്കി നീരാവിയാക്കി പിന്നീട് തണുപ്പിച്ച് ശുദ്ധജലമാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. ഈർപ്പമുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാൻ ഈ രീതി ഉപയോഗിക്കുന്നു. ഷന്നോ വരുണ, ഷാന്നോ വരുണ ഏതിന്റെ ആപ്തവാക്യമാണ്? ഇന്ത്യൻ നേവി. വരുണദേവൻ നമുക്ക് മംഗളകരമാകട്ടെ എന്നർത്ഥം വരുന്ന ഷന്നോ വരുണ എന്നത് ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യമാണ്. രാജ്യത്തിന്റെ സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നേവി വഹിക്കുന്ന പങ്കിനെ ഇത് സൂചിപ്പിക്കുന്നു. ഷിർദി സായി ബാബയുടെ ജന്മസ്ഥലമായ ഷിർദി ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്ര. പ്രമുഖ ആത്മീയ ഗുരുവായ ഷിർദി സായി ബാബയുടെ പേരിൽ അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രമാണ് മഹാരാഷ്ട്രയിലെ ഷിർദി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ ഇവിടെയെത്താറുണ്ട്. ഖിൽജി വംശം സ്ഥാപിച്ചത് ആര്? ജലാലുദ്ദീൻ ഖിൽജി. ഡൽഹി സുൽത്താനത്തിലെ രണ്ടാമത്തെ രാജവംശമാണ് ഖിൽജി വംശം. 1290-ൽ ജലാലുദ്ദീൻ ഫിറോസ് ഖിൽജി മംലൂക്ക് വംശത്തെ അട്ടിമറിച്ച് ഈ രാജവംശം സ്ഥാപിച്ചു. ഏറ്റവും നീളമുള്ള പാമ്പ് ഏത്? റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. ലോകത്തിലെ ഏറ്റവും നീളമുള്ള പാമ്പുകളിലൊന്നാണ് റെറ്റിക്കുലേറ്റഡ് പൈത്തൺ. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കാണുന്ന ഇത് ഏകദേശം 20 അടിയിലധികം നീളം വെക്കാറുണ്ട്. ഖിൽജി സുൽത്താൻമാർ ഏതു വംശജരായിരുന്നു? തുർക്കി. ഖിൽജി സുൽത്താൻമാർ തുർക്കി വംശജരായിരുന്നു. ഡൽഹി സുൽത്താനത്തിലെ അടിമ വംശത്തിനു ശേഷം അധികാരത്തിലെത്തിയ ഇവർ മധ്യകാലഘട്ടത്തിലെ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏത്?
ചെമ്മീൻ 1957. തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച ചെമ്മീൻ എന്ന നോവലിനാണ് 1957 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഈ നോവൽ ഒരു ക്ലാസിക് കൃതിയായി കണക്കാക്കപ്പെടുന്നു. വൈലോപ്പിള്ളിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? മകരക്കൊയ്ത്ത്. പ്രമുഖ മലയാള കവിയായിരുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോന് 1981 മകരക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിന് വയലാർ രാമവർമ്മ സ്മാരക സാഹിത്യ അവാർഡ് ലഭിച്ചു. കേരള നിയമസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വനിത ആര്? റോസമ്മ പുന്നൂസ്. 1957 ഏപ്രിൽ 10. 1957 കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ആദ്യത്തെ നിയമസഭയിലേക്ക് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത ആദ്യ വനിതയാണ് റോസമ്മ പുന്നൂസ്. ദേവികുളം മണ്ഡലത്തിൽ നിന്നാണ് അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏറ്റവും നിഷ്ഠൂരനായ മുഗൾ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര്? ഔറംഗസീബ്. മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും വിവാദപരമായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന ഔറംഗസീബിനെ പലപ്പോഴും മതഭ്രാന്തനും നിഷ്ഠൂരനുമായി ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് മുഗൾ സാമ്രാജ്യം ഏറ്റവും വലിയ വിസ്തൃതിയിലെത്തി. ഖിൽജി വംശത്തിന്റെ തകർച്ചയ്ക്കു കാരണക്കാരൻ എന്നറിയപ്പെടുന്ന ഖിൽജി സൈന്യാധിപനാര്? മാലിക് കാഫർ. അലാവുദ്ദീൻ ഖിൽജിയുടെ വിശ്വസ്തനായ സൈന്യാധിപനായിരുന്ന മാലിക് കാഫർ അലാവുദ്ദീന്റെ മരണശേഷം അധികാരത്തിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ ഖിൽജി വംശത്തിന്റെ പതനത്തിന് കാരണമായി. ഖിൽജി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആര്? നസിറുദ്ദീൻ ഖുസ്രു ഷാ. ഖിൽജി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന നസിറുദ്ദീൻ ഖുസ്രു ഷായെ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് പരാജയപ്പെടുത്തി തുഗ്ലക്ക് രാജവംശം സ്ഥാപിച്ചു. സ്പേസ് ഷട്ടിൽ അയച്ച ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? ചൈന. ചൈനയാണ് സ്വന്തമായി ബഹിരാകാശ പദ്ധതികൾ ആരംഭിച്ച് ബഹിരാകാശ പേടകങ്ങൾ വിക്ഷേപിച്ച ആദ്യ ഏഷ്യൻ രാജ്യം. 2003 യാങ് ലിവെയെ ബഹിരാകാശത്തെത്തിച്ച ഷെൻഷോ 5 ദൗത്യം ഇതിൽ പ്രധാനമാണ്. സ്പോണ്ടിലൈറ്റിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? നട്ടെല്ല്. നട്ടെല്ലിലെ കശേരുക്കളെയും സന്ധികളെയും ബാധിക്കുന്ന ഒരുതരം വീക്കമാണ് സ്പോണ്ടിലൈറ്റിസ്. ഇത് നടുവേദനയ്ക്കും ചലനശേഷി കുറയുന്നതിനും കാരണമാകും. ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സ്വാതന്ത്ര്യസമര നായകനാര്? ബാലഗംഗാധര തിലകൻ. മഹാരാഷ്ട്രയിലെ ഗണപതി ഉത്സവത്തെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ഒരു പൊതുജന പ്രക്ഷോഭമായി മാറ്റിയ സ്വാതന്ത്ര്യസമര നേതാവാണ് ബാലഗംഗാധര തിലകൻ. ഇത് ദേശീയതയും സാമൂഹിക ഐക്യവും വളർത്താൻ സഹായിച്ചു. സംബൽപൂർ ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. ഒഡീഷയിലെ ഒരു പുരാതന നഗരമായ സംബൽപൂർ മഹാനദിയുടെ തീരത്താണ് സ്ഥിതിചെയ്യുന്നത്. ഹിരാക്കുഡ് അണക്കെട്ട് ഈ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്കാൻഡിനേവിയ എന്നറിയപ്പെടുന്ന പ്രദേശത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്. വടക്കൻ യൂറോപ്പിലെ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് പൊതുവെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവയ്ക്ക് സമാനമായ ചരിത്രവും സംസ്കാരവും ഭാഷാപരമായ ബന്ധങ്ങളുമുണ്ട്. സംരക്ഷക പ്രഭു, ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടത് ആര്? ഒലിവർ ക്രോംവെൽ. ഇംഗ്ലീഷ് ആഭ്യന്തരയുദ്ധത്തിൽ പാർലമെന്റ് സേനയെ നയിക്കുകയും പിന്നീട് ഇംഗ്ലീഷ് കോമൺവെൽത്തിന്റെ സംരക്ഷക പ്രഭുവായി മാറുകയും ചെയ്ത സൈനികനും രാഷ്ട്രീയക്കാരനുമാണ് ഒലിവർ ക്രോംവെൽ. അന്തരീക്ഷമില്ലെങ്കിൽ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? കറുപ്പ്. അന്തരീക്ഷമില്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ വിസരണം സംഭവിക്കാത്തതിനാൽ ആകാശം കറുപ്പ് നിറത്തിൽ കാണപ്പെടും. ബഹിരാകാശത്ത് നിന്ന് ആകാശത്തെ നോക്കുമ്പോൾ കറുപ്പായാണ് കാണുന്നത്. അഗ്നിയുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഐസ്ലൻഡ്. ധാരാളം അഗ്നിപർവ്വതങ്ങളും ചൂടുനീരുറവകളും ഉള്ളതിനാൽ ഐസ്ലൻഡിനെ അഗ്നിയുടെ ദ്വീപ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മഞ്ഞും അഗ്നിയും ഒരുമിച്ചു കാണുന്ന ഒരു രാജ്യമാണിത്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. പ്രയാഗ്രാജ്, അലഹബാദ് എന്ന സ്ഥലത്ത് ഗംഗ, യമുന, ഐതിഹാസിക സരസ്വതി നദികൾ സംഗമിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ത്രിവേണി സംഗമം ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്നു.
സംഗീതരത്നാകരം രചിച്ചത് ആര്? ശാർംഗദേവൻ. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശാർംഗദേവൻ രചിച്ച സംഗീതരത്നാകരം എന്ന കൃതി ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ ഒരു അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. കർണാടക സംഗീതത്തെയും ഹിന്ദുസ്ഥാനി സംഗീതത്തെയും ഇത് സ്വാധീനിച്ചു. രാജ്യസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരെന്ത്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയെ ഭരണഘടനയിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ പ്രതിനിധികളെ ഉൾക്കൊള്ളുന്ന സഭയാണിത്. ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്ന പേര്? കൂണികൾച്ചർ, ക്യൂനിക്കൾച്ചർ. മാംസത്തിനും രോമത്തിനും വേണ്ടി മുയലുകളെ ശാസ്ത്രീയമായി വളർത്തുന്നതിനെയാണ് കൂണികൾച്ചർ എന്ന് പറയുന്നത്. ഇത് ഒരു കാർഷിക ഉപജീവനമാർഗമായി പലയിടത്തും പ്രോത്സാഹിപ്പിക്കുന്നു. അന്താരാഷ്ട്ര നാണയനിധിയുടെ IMF ആസ്ഥാനം എവിടെയാണ്? വാഷിംഗ്ടൺ DC. ലോകത്തിലെ സാമ്പത്തിക സ്ഥിരതയും അന്താരാഷ്ട്ര വ്യാപാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം അമേരിക്കൻ ഐക്യനാടുകളിലെ വാഷിംഗ്ടൺ DC-യിലാണ്. കടലിന്റെ ആഴം അളക്കുന്ന യൂണിറ്റ് ഏത്? ഫാദം. കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഫാദം. ഒരു ഫാദം ഏകദേശം 1.83 മീറ്ററിന് തുല്യമാണ്. ആമുക്തമാല്യത രചിച്ചത് ആര്? കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായർ തെലുങ്ക് ഭാഷയിൽ രചിച്ച പ്രധാനപ്പെട്ട ഒരു കാവ്യമാണ് ആമുക്തമാല്യത. വൈഷ്ണവ ഭക്തി പ്രമേയമാക്കിയുള്ള ഈ കൃതി അദ്ദേഹത്തിന്റെ സാഹിത്യപരമായ കഴിവുകൾക്ക് ഉദാഹരണമാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള കായൽ ഏത്? ഉപ്പളക്കായൽ. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഉപ്പളക്കായൽ അറബിക്കടലുമായി ചേരുന്ന ഒരു അഴിമുഖമാണ്. മത്സ്യസമ്പത്തിനും കണ്ടൽക്കാടുകൾക്കും ഇത് പ്രാധാന്യമർഹിക്കുന്നു. അൾജീരിയ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അറബ് രാജ്യം ഏത്? സൗദി അറേബ്യ. ഭൂമിശാസ്ത്രപരമായ വലുപ്പത്തിൽ അൾജീരിയയ്ക്ക് ശേഷം രണ്ടാമത്തെ വലിയ അറബ് രാജ്യമാണ് സൗദി അറേബ്യ. അറബ് ലോകത്തിലെ സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ പ്രാധാന്യമുള്ള രാജ്യമാണിത്. പ്ലാസി യുദ്ധകാലത്ത് ബംഗാളിലെ നവാബ് ആര്? സിറാജ് ഉദ് ദൗള. 1757-ൽ നടന്ന പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് പരാജയപ്പെട്ട ബംഗാളിലെ അവസാനത്തെ സ്വതന്ത്ര നവാബായിരുന്നു സിറാജ് ഉദ് ദൗള. ഈ യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് വഴിയൊരുക്കി. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തെ ശുദ്ധജലത്തടാകം ഏത്? വെള്ളായണി കായൽ. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളായണി കായൽ കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ വലിയ ശുദ്ധജല തടാകമാണ്. കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഈ കായൽ ഒരു പ്രധാന സ്രോതസ്സാണ്. ഗുജറാത്തിലെ പ്രധാന വിമാനത്താവളം ഏത്? അഹമ്മദാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് സംസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയതും പ്രധാനപ്പെട്ടതുമായ വിമാനത്താവളമാണ്. ആരുടെ വധമാണ് ദീപാവലിയിലൂടെ ആഘോഷിക്കുന്നത്? നരകാസുരൻ. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ പ്രതീകമായാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസമാണ് ദീപാവലി എന്നാണ് ഒരു ഐതിഹ്യം. കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തെ താലൂക്ക് ഏത്? നെയ്യാറ്റിൻകര. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നെയ്യാറ്റിൻകര താലൂക്കാണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേയറ്റത്തുള്ള താലൂക്ക്. നെയ്യാറ്റിൻകര നഗരം ഈ താലൂക്കിലാണ്. ഇന്ത്യ സന്ദർശിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര്? ഡ്വൈറ്റ് ഡി ഐസൻഹോവർ. 1959 ഡിസംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡ്വൈറ്റ് ഡി ഐസൻഹോവർ ഇന്ത്യ സന്ദർശിച്ചു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഈ സന്ദർശനം പ്രധാന പങ്ക് വഹിച്ചു. ഏറ്റവും നീളമുള്ള ഇതിഹാസം ഏത്? മഹാഭാരതം. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസ കാവ്യങ്ങളിലൊന്നാണ് മഹാഭാരതം. വേദവ്യാസനാണ് ഇത് രചിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 1,00,000-ലധികം ശ്ലോകങ്ങൾ ഇതിലുണ്ട്. സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് ആര്? രാജാറാം മോഹൻ റോയ്. ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന സംവാദ് കൗമുദി എന്ന പത്രം 1821-ൽ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചു.
സാമൂഹിക പരിഷ്കരണ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും ഇത് ഒരു പ്രധാന മാധ്യമമായിരുന്നു. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏത്? മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള മണ്ഡലമാണ്. ഈ പ്രദേശത്ത് കന്നഡ സംസാരിക്കുന്നവരുടെ നല്ലൊരു ശതമാനമുണ്ട്. കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള താലൂക്ക് ഏത്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് താലൂക്കാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേയറ്റത്തുള്ള താലൂക്ക്. ഈ താലൂക്ക് കന്നഡയുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യ വിൻസ് ഫ്രീഡം, ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന പുസ്തകം രചിച്ചത് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥാംശമുള്ള പുസ്തകമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചുള്ള പ്രധാന രേഖയാണിത്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞതാര്? പൈത്തഗോറസ്. പുരാതന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്ന പൈത്തഗോറസിന്റെ പ്രശസ്തമായ ഉദ്ധരണിയാണിത്. പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സംഖ്യാപരമായ ഒരു ക്രമമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആര്? ND തിവാരി. ഉത്തർപ്രദേശിന്റെയും ഉത്തരാഖണ്ഡിന്റെയും മുഖ്യമന്ത്രിയായിരുന്ന ND തിവാരി 2 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി പദം വഹിച്ച ആദ്യ വ്യക്തിയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ ആദ്യമായി നോബൽ സമ്മാനം നേടിയത് ആര്? എമിൽ അഡോൾഫ് ബെറിംഗ്. ഡിഫ്തീരിയയ്ക്ക് ഒരു വാക്സിൻ കണ്ടെത്തിയതിന് 1901-ൽ എമിൽ അഡോൾഫ് ബെറിംഗിന് വൈദ്യശാസ്ത്രത്തിനുള്ള ആദ്യ നോബൽ സമ്മാനം ലഭിച്ചു. ഇത് ഈ മാരകരോഗത്തെ പ്രതിരോധിക്കുന്നതിൽ ഒരു വലിയ മുന്നേറ്റമായിരുന്നു. സാംഖ്യദർശനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? കപിലൻ. ഇന്ത്യൻ തത്വചിന്തയിലെ 6 ആസ്തിക ദർശനങ്ങളിൽ ഒന്നാണ് സാംഖ്യം. കപില മഹർഷിയാണ് ഈ ദർശനത്തിന്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ ശാസനം ഏത്? വാഴപ്പള്ളി ശാസനം. AD 832-ൽ ചേര രാജാവ് രാജശേഖരവർമ്മൻ പുറത്തിറക്കിയ വാഴപ്പള്ളി ശാസനം കേരളത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും പഴയ മലയാളം ലിഖിതമാണ്. കോട്ടയം ജില്ലയിലെ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. കേരള സ്റ്റേറ്റ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം കോട്ടയത്താണ്. റബ്ബർ, കശുമാവ്, തേയില തുടങ്ങിയവയുടെ കൃഷിയിലും ഉത്പാദനത്തിലും ഇത് പ്രധാന പങ്കുവഹിക്കുന്നു. തിരുവിതാംകൂറിൽ ഗൗരിലക്ഷ്മിബായി ഭരണം ഏറ്റെടുത്തത് ഏതു വർഷത്തിൽ? AD 1810. റീജന്റ് റാണിയായിരുന്ന ഗൗരി ലക്ഷ്മിബായി 1810-ൽ തിരുവിതാംകൂറിന്റെ ഭരണം ഏറ്റെടുത്തു. അടിമക്കച്ചവടം നിർത്തലാക്കിയത് ഉൾപ്പെടെ നിരവധി ഭരണപരിഷ്കാരങ്ങൾ അവർ നടപ്പിലാക്കി. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത്? തൃശൂർ. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ തൃശൂരിന് വലിയ പങ്കുണ്ട്. തൃശൂർ പൂരം, വടക്കുന്നാഥ ക്ഷേത്രം തുടങ്ങിയവ ഇതിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി എന്നിവയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഹരിയാന. 1970-ൽ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഹരിയാന മാറി. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബൻസിലാലിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പദ്ധതി. ഓർണിത്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? പക്ഷികൾ. പക്ഷികളുടെ ജീവിതരീതികൾ, ആവാസവ്യവസ്ഥകൾ, പെരുമാറ്റങ്ങൾ, ശരീരഘടന തുടങ്ങിയവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർണിത്തോളജി. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ സാലിം അലിയെ ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വനിത ആര്? KR ഗൗരിയമ്മ. കേരള രാഷ്ട്രീയത്തിലെ ഒരു അതികായിയായ KR ഗൗരിയമ്മ ദീർഘകാലം മന്ത്രിപദം അലങ്കരിച്ച വനിതയാണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു അവർ. ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങളിൽ അവർക്ക് പങ്കുണ്ട്.
പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ രാസനാമമെന്ത്? കാൽസ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ്. ജിപ്സം ചൂടാക്കി നിർമ്മിക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസ് CaSO4 HO കെട്ടിട നിർമ്മാണത്തിലും വൈദ്യശാസ്ത്രത്തിലും ഒടിഞ്ഞ എല്ലുകൾ ഉറപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നു. ആരുടെ വിത്തോത്സദസ്സായിരുന്നു സാമൂതിരിമാർ? സാമൂതിരി. കോഴിക്കോട്ടെ സാമൂതിരി രാജാക്കന്മാരുടെ കൊട്ടാരം കലകളെയും വിജ്ഞാനത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അനേകം പണ്ഡിതന്മാരും കവികളും സാമൂതിരിമാരുടെ വിത്തോത്സദസ്സുകളിൽ അംഗങ്ങളായിരുന്നു. കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെപ്പോലുള്ളവർ അവരുടെ രക്ഷാകർതൃത്വത്തിൽ വളർന്നു. രാജ്യസഭയുടെ ആദ്യത്തെ അധ്യക്ഷനാര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ രാജ്യസഭയുടെ ആദ്യത്തെ എക്സ് ഒഫീഷ്യോ ചെയർമാനായിരുന്നു. ഭരണഘടനാപരമായി ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് ഏത് നദിയിലാണ്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിൽ നിരവധി ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഇതിൽ ഏറ്റവും വലുതാണ്. വാണ്ടലൂർ സുവോളജിക്കൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്ത് വാണ്ടലൂരിൽ സ്ഥിതി ചെയ്യുന്ന അരിഗ്നർ അണ്ണ സുവോളജിക്കൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിൽ ഒന്നാണ്. വിവിധതരം വന്യജീവികളെ ഇവിടെ സംരക്ഷിക്കുന്നു. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഗംഗോത്രി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നായ ഗംഗ ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഗംഗ ഒരു പുണ്യനദിയാണ്. കട്ടക്ക് നഗരം ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. ഒഡീഷയിലെ ഒരു പുരാതന നഗരമായ കട്ടക്ക് മഹാനദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒഡീഷയുടെ സാംസ്കാരിക തലസ്ഥാനമായും ഇത് അറിയപ്പെടുന്നു. ഗംഗയുടെ പോഷകനദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏത്? യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷകനദിയാണ് യമുന. ഇത് ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ച് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ അലഹബാദ് വെച്ച് ഗംഗാനദിയിൽ ചേരുന്നു. പ്ലാസി യുദ്ധത്തിൽ വിജയിക്കാൻ റോബർട്ട് ക്ലൈവിനെ സഹായിച്ചത് ആര്? മീർ ജാഫർ. ബംഗാൾ നവാബ് സിറാജ് ഉദ് ദൗളയുടെ സൈന്യാധിപനായിരുന്ന മീർ ജാഫർ ബ്രിട്ടീഷുകാരുമായി രഹസ്യധാരണയിലെത്തി. അദ്ദേഹത്തിന്റെ ചതിയാണ് പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് വിജയം നേടിക്കൊടുത്ത പ്രധാന കാരണം. 2002-ൽ ഏറ്റവും മഹാനായ ബ്രിട്ടീഷുകാരനായി BBC തിരഞ്ഞെടുത്തത് ആരെയാണ്? സർ വിൻസ്റ്റൺ ചർച്ചിൽ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ 2002-ൽ BBC നടത്തിയ ഒരു സർവേയിൽ എക്കാലത്തെയും മികച്ച ബ്രിട്ടീഷുകാരൻ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നേതൃത്വപാടവം ഏറെ പ്രശംസിക്കപ്പെട്ടു. കരിമ്പിൻ ചാറിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര ഏത്? സുക്രോസ്. കരിമ്പിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന പഞ്ചസാര സുക്രോസ് ആണ്. ഇത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ചേർന്ന ഒരു ഡൈസാക്കൈഡാണ്. 2005 ഒക്ടോബറിൽ വിവരാവകാശ നിയമം നടപ്പിൽ വരാത്ത സംസ്ഥാനം ഏത്? ജമ്മു കാശ്മീർ. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വിവരാവകാശ നിയമം 2005 ഒക്ടോബർ 12-ന് നിലവിൽ വന്നു. എന്നാൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഉണ്ടായിരുന്നതിനാൽ 2019 വരെ ഈ നിയമം അവിടെ ബാധകമായിരുന്നില്ല. ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമത്തിന് ശേഷമാണ് ഇത് സംസ്ഥാനത്ത് പ്രാബല്യത്തിൽ വന്നത്. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഇൽമനൈറ്റ്, മോണോസൈറ്റ്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന കരിമണലിൽ ടൈറ്റാനിയം അടങ്ങിയ ഇൽമനൈറ്റ്, തോറിയം അടങ്ങിയ മോണോസൈറ്റ് എന്നിവ ധാരാളമായി കാണപ്പെടുന്നു. ഇത് ആണവോർജ്ജം, ടൈറ്റാനിയം ഉത്പാദനം എന്നിവയ്ക്ക് പ്രധാനമാണ്. VK കൃഷ്ണമേനോൻ മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്. ഇന്ത്യൻ നയതന്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനുമായിരുന്ന VK കൃഷ്ണമേനോന്റെ സ്മരണാർത്ഥം കോഴിക്കോട് സ്ഥാപിച്ച മ്യൂസിയമാണിത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെയും സംഭാവനകളെയും ഇത് അടയാളപ്പെടുത്തുന്നു. ഓർഡിനൻസിന്റെ കാലാവധി എത്ര? 6 മാസം. പാർലമെന്റ് സമ്മേളനത്തിലില്ലാത്ത സമയത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാം.
ഇത് നിയമത്തിന് തുല്യമായ പ്രാബല്യമുള്ളതാണ്, എന്നാൽ പാർലമെന്റ് സമ്മേളിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ ഇത് അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ അസാധുവാകും. രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആര്? എസ്.വി. കൃഷ്ണമൂർത്തി റാവു. ഇന്ത്യൻ പാർലമെന്റിലെ രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നത് എസ്.വി. കൃഷ്ണമൂർത്തി റാവുവാണ്. 1952 മുതൽ 1962 വരെ അദ്ദേഹം ഈ പദവി വഹിച്ചു. വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? എഡ്വേർഡ് ജെന്നർ. ബ്രിട്ടീഷ് ഡോക്ടറായ എഡ്വേർഡ് ജെന്നർ 1796-ൽ വസൂരി വാക്സിൻ വികസിപ്പിച്ചു. ഇത് ലോകത്തിൽ ആദ്യമായി കണ്ടെത്തിയ വാക്സിനാണ്. അനേകം ജീവൻ രക്ഷിക്കാൻ ഇതിന് സാധിച്ചു. കേപ്പ് കെന്നഡി ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഫ്ലോറിഡ, USA. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ സ്ഥിതി ചെയ്യുന്ന കേപ്പ് കെന്നഡി നാസയുടെ പ്രധാന ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രമാണ്. മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ച അപ്പോളോ ദൗത്യങ്ങൾ ഇവിടെ നിന്നാണ് വിക്ഷേപിച്ചത്. കേരള നിയമസഭയിൽ ഉപതിരഞ്ഞെടുപ്പിലൂടെ സ്വന്തം സീറ്റ് നിലനിർത്തിയ ആദ്യ വനിത ആര്? റോസമ്മ പുന്നൂസ്. കേരളത്തിലെ ആദ്യ നിയമസഭയിലെ അംഗമായിരുന്ന റോസമ്മ പുന്നൂസ് ഒരു ഉപതിരഞ്ഞെടുപ്പിലൂടെ സ്വന്തം സീറ്റ് വിജയകരമായി നിലനിർത്തി. ഇത് അവരുടെ രാഷ്ട്രീയ സ്വാധീനം വ്യക്തമാക്കുന്നു. വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഏത്? ഗാൽവനോമീറ്റർ. ഒരു സർക്യൂട്ടിലൂടെയുള്ള ചെറിയ വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്താനും അതിന്റെ ദിശ നിർണ്ണയിക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ആധുനിക അമീറ്ററുകൾക്കും വോൾട്ട്മീറ്ററുകൾക്കും ഇത് ഒരു അടിസ്ഥാന ഘടകമാണ്. സ്മാർത്ത വിചാരം എന്തിനുള്ള വിചാരണയായിരുന്നു? സദാചാര ലംഘനം. നമ്പൂതിരി സമുദായത്തിൽ സ്ത്രീകളുടെ സദാചാര ലംഘനങ്ങൾ, പ്രത്യേകിച്ചും വ്യഭിചാരം, അന്വേഷിക്കുന്നതിനായി നടത്തിയിരുന്ന കർശനമായ ഒരു വിചാരണ രീതിയായിരുന്നു സ്മാർത്ത വിചാരം. തെളിഞ്ഞാൽ ആ സ്ത്രീയെ സമുദായത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെ? വിജയ്ഘട്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലമാണ് ഡൽഹിയിലെ വിജയ്ഘട്ട്. അദ്ദേഹത്തിന്റെ ലാളിത്യത്തെയും രാജ്യത്തോടുള്ള സമർപ്പണത്തെയും ഈ സ്മാരകം അനുസ്മരിക്കുന്നു. വി.ഇ.ടി. ഭട്ടതിരിപ്പാടിന്റെ പൂർണ്ണനാമമെന്ത്? വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. പ്രശസ്ത സാമൂഹ്യ പരിഷ്കർത്താവും എഴുത്തുകാരനുമായിരുന്ന വി.ഇ.ടി. ഭട്ടതിരിപ്പാട് നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടി. എന്റെ കഴിഞ്ഞകാല സ്മരണകൾ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ലക്ഷദ്വീപ് ഗ്രൂപ്പിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏത്? കവരത്തി. ലക്ഷദ്വീപിന്റെ തലസ്ഥാനവും ഏറ്റവും ജനസംഖ്യയുള്ള ദ്വീപുമാണ് കവരത്തി. മനോഹരമായ പവിഴപ്പുറ്റുകൾക്കും തെളിഞ്ഞ കടൽജലത്തിനും ഇത് പേരുകേട്ടതാണ്. ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ലോയ്ഡ് ജോർജ്. 1916 മുതൽ 22 വരെ. ഒന്നാം ലോകമഹായുദ്ധം 1918-ൽ അവസാനിക്കുമ്പോൾ ഡേവിഡ് ലോയ്ഡ് ജോർജ് ആയിരുന്നു ബ്രിട്ടന്റെ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടൻ യുദ്ധത്തിൽ വിജയിച്ചു. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വിസ്തീർണം കൂടിയ രാജ്യം ഏത്? കാനഡ. റഷ്യയ്ക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് കാനഡ. അനേകം തടാകങ്ങളും വനങ്ങളും ഈ രാജ്യത്തുണ്ട്. ആരുടെ ശവകുടീരമാണ് ഗോൾഗുംബസ്? മുഹമ്മദ് ആദിൽ ഷാ. ബീജാപൂർ സുൽത്താനായിരുന്ന മുഹമ്മദ് ആദിൽ ഷായുടെ ശവകുടീരമാണ് കർണാടകയിലെ ഗോൾഗുംബസ്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ കെട്ടിടം ഡെക്കാൻ വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ഘടനാപരമായ രൂപകൽപ്പന നൽകിയ എഞ്ചിനീയർ ആര്? ഗുസ്താവ് ഐഫൽ. പാരീസ് നഗരത്തിലെ ഐഫൽ ടവർ രൂപകൽപ്പന ചെയ്ത ഫ്രഞ്ച് എഞ്ചിനീയറായ ഗുസ്താവ് ഐഫലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ആന്തരിക ഘടനാപരമായ രൂപകൽപ്പന നൽകിയത്. ഈ പ്രതിമ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകർ പുറപ്പെട്ടിരുന്ന തുറമുഖം ഏത്? സൂറത്ത്. ഗുജറാത്തിലെ സൂറത്ത് തുറമുഖം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ പ്രധാന പുറപ്പെടൽ കേന്ദ്രമായിരുന്നു. ഇതൊരു പ്രധാന വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ നേതാവ് ആര്? സർദാർ പട്ടേൽ.
1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നതിന് തൊട്ടുമുമ്പ് അദ്ദേഹത്തെ അവസാനമായി സന്ദർശിച്ചവരിൽ സർദാർ വല്ലഭായി പട്ടേലും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഏകീകരണത്തിൽ പട്ടേൽ വലിയ പങ്ക് വഹിച്ചു. സ്ത്രീത്വത്തിന് കാരണമായ ഹോർമോൺ ഏത്? ഈസ്ട്രജൻ. സ്ത്രീകളിലെ ലൈംഗിക വളർച്ചയ്ക്കും പ്രത്യുത്പാദന വ്യവസ്ഥയ്ക്കും കാരണമാകുന്ന പ്രധാന ഹോർമോണാണ് ഈസ്ട്രജൻ. ഇത് സ്ത്രീകളിലെ ദ്വിതീയ ലൈംഗിക സ്വഭാവസവിശേഷതകളെ നിയന്ത്രിക്കുന്നു. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? ഹാരോൾഡ് മാക്മില്ലൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ഹാരോൾഡ് മാക്മില്ലൻ 1958 ഇന്ത്യ സന്ദർശിച്ചു. ഇത് സ്വതന്ത്ര ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിൽ സഹായകമായി. ഒന്നാം കേരള നിയമസഭയിൽ EMS പ്രതിനിധാനം ചെയ്ത മണ്ഡലം ഏത്? നീലേശ്വരം. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് ഒന്നാം കേരള നിയമസഭയിൽ കാസർകോട് ജില്ലയിലെ നീലേശ്വരം മണ്ഡലത്തെയാണ് പ്രതിനിധാനം ചെയ്തത്. 1957 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ തലവനായിരുന്നു അദ്ദേഹം. കാർബണിന്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരിയുടെ വകഭേദമേത്? ആന്ത്രാസൈറ്റ്. ഏകദേശം 90% വരെ കാർബൺ അടങ്ങിയ ആന്ത്രാസൈറ്റ് കൽക്കരിയുടെ ഏറ്റവും ഉയർന്ന ഗുണമേന്മയുള്ള രൂപമാണ്. ഇത് കുറഞ്ഞ ഈർപ്പവും ഉയർന്ന താപനിലയും നൽകുന്നു. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ളത് ഏത്? അരുണാചൽ പ്രദേശ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളായ അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര എന്നിവയാണ് സപ്ത സഹോദരിമാർ എന്നറിയപ്പെടുന്നത്. ഇവയിൽ ഏറ്റവും വലുത് അരുണാചൽ പ്രദേശാണ്. അല്ലാമ ഇക്ബാൽ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? ലാഹോർ. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാഹോറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അല്ലാമ ഇക്ബാൽ ഇന്റർനാഷണൽ എയർപോർട്ട്. പാകിസ്ഥാന്റെ ദേശീയ കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. വടക്കുനോക്കിയന്ത്രം ആദ്യമായി ഉപയോഗിച്ച രാജ്യം? ചൈന. വഴികാട്ടിയന്ത്രം അഥവാ വടക്കുനോക്കിയന്ത്രം ആദ്യമായി ഉപയോഗിച്ചത് ചൈനക്കാരാണ്. നാവിഗേഷനിലെ ഒരു സുപ്രധാന കണ്ടുപിടുത്തമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇത് ദീർഘദൂര യാത്രകൾക്ക് വലിയ സഹായകമായി. ഒപെക്കിന്റെ ആസ്ഥാനം? വിയന്ന. ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഒപെക്കിന്റെ OPEC ആസ്ഥാനം ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയിലാണ്. 1960 ബാഗ്ദാദിൽ വെച്ചാണ് OPEC രൂപീകൃതമായത്. വടക്കേ അമേരിക്കയിൽ റോക്കി പർവ്വതത്തിൽ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റ്? ചിനൂക്ക്. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരകളിൽ നിന്ന് കിഴക്കൻ ചരിവുകളിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റ് മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ വേഗത്തിൽ മഞ്ഞ് ഉരുകാൻ സഹായിക്കുകയും താപനില ഉയർത്തുകയും ചെയ്യുന്നു. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം? ലെഡ്, ഈയം. വാഹനങ്ങളിലെ ലെഡ് ആസിഡ് ബാറ്ററിയിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡ് അഥവാ ഈയം. ഇലക്ട്രോകെമിക്കൽ പ്രവർത്തനങ്ങളിലൂടെ ഊർജ്ജം സംഭരിക്കാനും വിതരണം ചെയ്യാനും ഈ ബാറ്ററിക്ക് കഴിയും. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ? റുഡ്യാർഡ് കിപ്ലിംഗ്. ദി ജംഗിൾ ബുക്ക് എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവായ റുഡ്യാർഡ് കിപ്ലിംഗിനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ആദ്യമായി ലഭിച്ച ഇംഗ്ലീഷ് സാഹിത്യകാരൻ എന്ന ബഹുമതി. 1907 അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത്? VO ചിദംബരം പിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും സ്വദേശി പ്രസ്ഥാനത്തിന്റെ നേതാവുമായിരുന്ന VO ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരുടെ ഷിപ്പിംഗ് കുത്തകയെ വെല്ലുവിളിച്ച് അദ്ദേഹം ഒരു സ്വദേശി കപ്പൽ കമ്പനി സ്ഥാപിച്ചു. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും വേർതിരിക്കുന്നത്? പനാമ കനാൽ. മനുഷ്യനിർമ്മിതമായ ഒരു പ്രധാന കനാലായ പനാമ കനാൽ വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും വേർതിരിക്കുന്നു. ഇത് അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിച്ച് കപ്പൽ ഗതാഗതത്തിന് വലിയ സൗകര്യമൊരുക്കുന്നു. കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഭുവനേശ്വർ.
ഒഡീഷയുടെ തലസ്ഥാനമായ ഭുവനേശ്വർ കത്തീഡ്രൽ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു, കാരണം ഇവിടെ നൂറുകണക്കിന് പുരാതന ക്ഷേത്രങ്ങളും വാസ്തുവിദ്യയുടെ മികച്ച ഉദാഹരണങ്ങളുമുണ്ട്. ഈ ക്ഷേത്രങ്ങൾ നഗരത്തിന് ഒരു പ്രത്യേക ആത്മീയ ഭാവം നൽകുന്നു. കപ്പൽ മാർഗം 6 പ്രാവശ്യം ഇന്ത്യയിൽ വരികയും ഷാജഹാന്റെയും ഔറംഗസേബിന്റെയും കാലഘട്ടത്തെക്കുറിച്ച് വിവരിച്ചെഴുതുകയും ചെയ്ത ഫ്രഞ്ചുകാരൻ ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയർ. 17-ാം നൂറ്റാണ്ടിൽ 6 തവണ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് രത്ന വ്യാപാരിയും സഞ്ചാരിയുമായിരുന്നു ജീൻ ബാപ്റ്റിസ്റ്റ് ടാവർണിയർ. ഷാജഹാൻ, ഔറംഗസേബ് തുടങ്ങിയ മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലെ ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ടതാണ്. വിക്രമാംഗ ദേവചരിതം രചിച്ചത് ബിൽഹണൻ. 12-ാം നൂറ്റാണ്ടിലെ കവിയായിരുന്ന ബിൽഹണൻ രചിച്ച ഒരു സംസ്കൃത മഹാകാവ്യമാണ് വിക്രമാംഗ ദേവചരിതം. പടിഞ്ഞാറൻ ചാലൂക്യ രാജാവായ വിക്രമാദിത്യൻ ആറാമന്റെ ജീവിതവും നേട്ടങ്ങളും ഇതിൽ വർണ്ണിക്കുന്നു. മധ്യപ്രദേശിലെ മലഞ്ച്വണ്ട് കനി ഏത് ലോഹത്തിനാണ് പ്രശസ്തം? ചെമ്പ്. മധ്യപ്രദേശിലെ ബാലാഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലഞ്ച്വണ്ട് കനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ചെമ്പ് കനികളിൽ ഒന്നാണ്. ഈ കനി രാജ്യത്തിന്റെ ചെമ്പ് ഉൽപ്പാദനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. അൽഷിമേഴ്സ് രോഗം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മസ്തിഷ്കം. ഓർമ്മക്കുറവ്, ചിന്തിക്കാനുള്ള കഴിവ് നശിക്കൽ തുടങ്ങിയ ലക്ഷണങ്ങളുള്ള ഒരു പുരോഗമനപരമായ ന്യൂറോ ഡിജനറേറ്റീവ് രോഗമാണ് അൽഷിമേഴ്സ്. ഇത് തലച്ചോറിനെയാണ് ബാധിക്കുകയും ക്രമേണ അതിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. 1840-ലെ കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ചത് ബ്രിട്ടൻ. 1840-ൽ നടന്ന ഒന്നാം കറുപ്പ് യുദ്ധത്തിൽ ബ്രിട്ടൻ ചൈനയെ തോൽപ്പിക്കുകയുണ്ടായി. ചൈനയിൽ ബ്രിട്ടീഷ് കറുപ്പ് വ്യാപാരത്തെച്ചൊല്ലിയുണ്ടായ തർക്കങ്ങളാണ് ഈ യുദ്ധത്തിന് കാരണമായത്. ഒന്നിലധികം ലോക്സഭാംഗങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹി. ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിക്ക് ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭയിൽ ഒന്നിലധികം 7 സീറ്റുകളുണ്ട്. മറ്റു മിക്ക കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 1-2 ലോക്സഭാ സീറ്റുകൾ മാത്രമാണുള്ളത്. വന്നുകണ്ടു കീഴടക്കി, വനി, വീതി, വീച്ചി ഈ വാക്കുകൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൂലിയസ് സീസർ. വന്നുകണ്ടു കീഴടക്കി, വനി, വീതി, വീച്ചി എന്നത് റോമൻ ജനറലും രാഷ്ട്രതന്ത്രജ്ഞനുമായ ജൂലിയസ് സീസർ അദ്ദേഹത്തിന്റെ ഒരു സൈനിക വിജയത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ്. ഈ പ്രസ്താവന അദ്ദേഹത്തിന്റെ വേഗതയും കാര്യക്ഷമതയും സൂചിപ്പിക്കുന്നു. 9ാമത്തെ സിഖ് ഗുരുവായ തേഗ് ബഹദൂറിനെ വധിച്ചത് AD 1675. ഔറംഗസേബ്. സിഖ് മതത്തിലെ 9ാമത്തെ ഗുരുവായ ഗുരു തേജ് ബഹദൂറിനെ 1675-ൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബിന്റെ ഉത്തരവ് പ്രകാരം വധിച്ചു. മതപരിവർത്തനത്തിന് വിസമ്മതിച്ചതിനെ തുടർന്നായിരുന്നു ഇത്. സിഖുകാരുടെ ആരാധനാലയം ഗുരുദ്വാര. സിഖ് മതവിശ്വാസികളുടെ ആരാധനാലയങ്ങളെയാണ് ഗുരുദ്വാര എന്ന് വിളിക്കുന്നത്. ഗുരുവിന്റെ വാതിൽ എന്നാണ് ഈ വാക്കിനർത്ഥം. ഇവിടെ സിഖ് മതഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ് സാഹിബിനെ ആരാധിക്കുന്നു. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് രൂപം നൽകിയത് ആൽഫ്രഡ് വെഗ്നർ. ഭൂമിയുടെ ഉപരിതലത്തിലെ വൻകരകളുടെ ചലനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന വൻകര വിസ്ഥാപന സിദ്ധാന്തം കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അവതരിപ്പിച്ചത് ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് വെഗ്നറാണ്. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ പ്ലേറ്റ് ടെക്ടോണിക്സ് സിദ്ധാന്തത്തിന് അടിത്തറ പാകി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളക്. ലോകമെമ്പാടും സുഗന്ധവ്യഞ്ജനമായി ഉപയോഗിക്കുന്ന കുരുമുളക് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. കേരളത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അമരാവതിയും നാഗാർജുനകൊണ്ടയും ഏതു മതവുമായി ബന്ധപ്പെട്ടാണ് പ്രശസ്തം? ബുദ്ധമതം. ആന്ധ്രാപ്രദേശിലെ അമരാവതിയും നാഗാർജുനകൊണ്ടയും പുരാതന ബുദ്ധമത കേന്ദ്രങ്ങളായി പ്രശസ്തമാണ്. ഇവിടെ നിരവധി സ്തൂപങ്ങളും വിഹാരങ്ങളും ബുദ്ധമത ശില്പങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ബുദ്ധമതത്തിന്റെ വ്യാപനം വ്യക്തമാക്കുന്നു. ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ആലുവ. കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡിന്റെ ഹെൽ ആസ്ഥാനം കേരളത്തിലെ ആലുവയിലാണ്. കീടനാശിനികളുടെ ഉൽപ്പാദനത്തിൽ ഈ സ്ഥാപനം പ്രധാന പങ്ക് വഹിക്കുന്നു.
ഗവർണറുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഒരു സംസ്ഥാന ഗവർണറുടെ ഒഴിവ് വരുകയോ അദ്ദേഹത്തിന് ചുമതലകൾ നിർവഹിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗവർണറുടെ ചുമതലകൾ നിർവഹിക്കുന്നു. ഭരണഘടനയിലെ അനുച്ഛേദം 160 പ്രകാരമാണിത്. സഖാക്കളെ മുന്നോട്ട് എന്ന സന്ദേശം നൽകിയ പ്രശസ്തനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് പി. കൃഷ്ണപിള്ള. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരിലൊരാളും പ്രമുഖ നേതാവുമായിരുന്ന പി. കൃഷ്ണപിള്ളയുടെ വിപ്ലവകരമായ ആഹ്വാനമായിരുന്നു സഖാക്കളെ മുന്നോട്ട്. ഈ സന്ദേശം തൊഴിലാളി വർഗത്തിന്റെ ഐക്യത്തിനും സമരത്തിനും പ്രചോദനമായി. അമേരിഗോ വെസ്പൂച്ചി ജനിച്ച രാജ്യം ഇറ്റലി. അമേരിക്കൻ ഭൂഖണ്ഡങ്ങൾക്ക് പേര് നൽകിയ ഇറ്റാലിയൻ വ്യാപാരിയും പര്യവേക്ഷകനുമായിരുന്നു അമേരിഗോ വെസ്പൂച്ചി. 1454 ഫ്ലോറൻസിലാണ് അദ്ദേഹം ജനിച്ചത്. സാഹിത്യ നോബലിന് അർഹനായ ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞൻ ബെർട്രാൻഡ് റസ്സൽ. പ്രമുഖ തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായ ബെർട്രാൻഡ് റസ്സലിന് 1950 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അദ്ദേഹത്തിന്റെ മാനുഷികവും സ്വാതന്ത്ര്യവാദപരവുമായ രചനകൾ ലോകമെമ്പാടും സ്വാധീനം ചെലുത്തി. ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന വർഷം 1933. അഡോൾഫ് ഹിറ്റ്ലർ 1933 ജർമ്മനിയുടെ ചാൻസലറായി അധികാരമേറ്റു. ഇത് ജർമ്മൻ രാഷ്ട്രീയത്തിൽ നാസി പാർട്ടിയുടെ ഉയർച്ചയ്ക്കും രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കത്തിനും വഴിയൊരുക്കി. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുന്നിട്ടുനിൽക്കുന്ന കേരളത്തിലെ ജില്ലകൾ ഇടുക്കി, വയനാട്. കേരളത്തിലെ മലയോര ജില്ലകളായ ഇടുക്കിയും വയനാടും സുഗന്ധവ്യഞ്ജനങ്ങളായ ഏലം, കുരുമുളക്, കാപ്പി തുടങ്ങിയവയുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലാണ്. ഈ ജില്ലകളിലെ കാലാവസ്ഥ സുഗന്ധവ്യഞ്ജന കൃഷിക്ക് അനുയോജ്യമാണ്. ഹിറ്റ്ലറും മുസോളിനിയും മരണമടഞ്ഞ വർഷം 1945. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അന്ത്യത്തോടടുത്ത് അഡോൾഫ് ഹിറ്റ്ലറും ബെനിറ്റോ മുസോളിനിയും 1945 മരണമടഞ്ഞു. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തപ്പോൾ മുസോളിനിയെ വധിക്കുകയായിരുന്നു. സാഹിത്യ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ റഷ്യക്കാരൻ ഇവാൻ ബുനിൻ. 1933. 1933 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇവാൻ ബുനിനാണ് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ റഷ്യൻ സാഹിത്യകാരൻ. അദ്ദേഹത്തിന്റെ കർശനമായ ക്ലാസിക് ശൈലിക്ക് ഈ പുരസ്കാരം ലഭിച്ചു. ഗവൺമെന്റ് സർവീസ് വിഭാഗത്തിൽ മഗ്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നേടിയത് സി. ഡി. ദേശ്മുഖ്. 1959. 1959 ഗവൺമെന്റ് സർവീസ് വിഭാഗത്തിൽ രമൺ മഗ്സസെ അവാർഡ് നേടിയ സി. ഡി. ദേശ്മുഖ് ആണ് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. ഇദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണറും മുൻ കേന്ദ്ര ധനമന്ത്രിയുമായിരുന്നു. ഗാന്ധാരകല ഏതൊക്കെ കലകളുടെ സംഗമമാണ്? ഗ്രീക്ക്, ഭാരതം. പ്രാചീന ഇന്ത്യയിൽ രൂപം കൊണ്ട ഗാന്ധാരകല ഗ്രീക്ക് റോമൻ ശൈലികളും ഇന്ത്യൻ കലാശൈലികളും കൂടിച്ചേർന്നുണ്ടായ ഒരു സങ്കരകലാരൂപമാണ്. ബുദ്ധപ്രതിമകൾക്ക് ഇത് വലിയ സംഭാവന നൽകി. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ ഉർദു. ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങളുടെ സംഗമത്തിലൂടെ മധ്യകാല ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു ഭാഷയാണ് ഉർദു. പേർഷ്യൻ, അറബി, തുർക്കി, പ്രാദേശിക ഇന്ത്യൻ ഭാഷകൾ എന്നിവയുടെ സ്വാധീനം ഇതിൽ പ്രകടമാണ്. കരീബിയൻ രാഷ്ട്രങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് ക്യൂബ. കരീബിയൻ കടലിലെ ഏറ്റവും വലിയ ദ്വീപ് രാജ്യമാണ് ക്യൂബ. ഭൂമിശാസ്ത്രപരമായും സാമ്പത്തികമായും കരീബിയൻ മേഖലയിൽ ക്യൂബക്ക് വലിയ പ്രാധാന്യമുണ്ട്. ശരീരത്തിൽ കഴുത്തിന് കീഴോട്ടുള്ള ഭാഗത്തെ റിഫ്ലെക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോർഡ്. മനുഷ്യശരീരത്തിൽ കഴുത്തിന് താഴെയുള്ള ഭാഗങ്ങളിലെ റിഫ്ലെക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷുമ്നാ നാഡിയാണ്, സ്പൈനൽ കോർഡ്. തലച്ചോറിന്റെ ഇടപെടലില്ലാതെ തൽക്ഷണം നടക്കുന്ന പ്രതികരണങ്ങളാണിവ. സർദാർ പട്ടേൽ ഇന്റർനാഷണൽ വിമാനത്താവളം എവിടെയാണ്? അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ വിമാനത്താവളം. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്മരണാർത്ഥമാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്.
സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. നഗരാസൂത്രണം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നാഗരികതകളിലൊന്നായ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിന്റെ മികച്ച നഗരാസൂത്രണമാണ്. മൊഹൻജൊദാരോ, ഹാരപ്പ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായിരുന്നു. ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി.സി. ലോക ബാങ്ക് ഗ്രൂപ്പിന്റെ ഭാഗമായ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷന്റെ (IFC) ആസ്ഥാനം അമേരിക്കൻ ഐക്യനാടുകളിലെ വാഷിംഗ്ടൺ ഡി.സിയിലാണ്. വികസ്വര രാജ്യങ്ങളിലെ സ്വകാര്യ മേഖലയുടെ വളർച്ചയെ ഇത് പിന്തുണയ്ക്കുന്നു. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവം. കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവങ്ങളിലൊന്നായ കരൾ, ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് രക്തം ശുദ്ധീകരിക്കുകയും ശരീരത്തിന്റെ മെറ്റബോളിസത്തിൽ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധമത മൊണാസ്ട്രി. തവാങ്. അരുണാചൽ പ്രദേശിലെ തവാങ് മൊണാസ്ട്രി ഇന്ത്യയിലെ ഏറ്റവും വലുതും ലോകത്തിലെ രണ്ടാമത്തെ വലിയതുമായ ബുദ്ധമത മൊണാസ്ട്രിയാണ്. ഇത് ബുദ്ധമത വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. രാഷ്ട്രപതി പ്രഥമ EMS മന്ത്രിസഭയെ പിരിച്ചുവിട്ട തീയതി 1959 ജൂലൈ 31. ഇന്ത്യൻ ഭരണഘടനയുടെ 356 അനുച്ഛേദം ഉപയോഗിച്ച് രാഷ്ട്രപതി പ്രഥമ EMS നമ്പൂതിരിപ്പാട് മന്ത്രിസഭയെ പിരിച്ചുവിട്ടത് 1959 ജൂലൈ 31-നാണ്. വിമോചന സമരം എന്ന് അറിയപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് ശേഷമാണ് ഈ നടപടി. ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ഡി.സി. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ പ്രാദേശിക അന്താരാഷ്ട്ര സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് അമേരിക്കൻ സ്റ്റേറ്റ്സിന്റെ OAS ആസ്ഥാനം അമേരിക്കൻ ഐക്യനാടുകളിലെ വാഷിംഗ്ടൺ ഡി.സിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുരുദ്വാര. സുവർണക്ഷേത്രം. സിഖ് മതത്തിലെ ഏറ്റവും പവിത്രമായ ആരാധനാലയവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുരുദ്വാരയും പഞ്ചാബിലെ അമൃത്സറിലുള്ള സുവർണക്ഷേത്രമാണ് ഹർമന്ദിർ സാഹിബ്. ഇത് സിഖുകാരുടെ ആത്മീയ കേന്ദ്രമാണ്. ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്തത് സെഡ്രിക് ഗിബ്ബൺസ്. ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ചലച്ചിത്ര അവാർഡുകളിലൊന്നായ ഓസ്കർ ശില്പം രൂപകൽപ്പന ചെയ്തത് മെട്രോ ഗോൾഡ്വിൻ മേയറിലെ ആർട്ട് ഡയറക്ടറായിരുന്ന സെഡ്രിക് ഗിബ്ബൺസ് ആണ്. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മജ്ജയിൽ. മനുഷ്യശരീരത്തിൽ രക്തകോശങ്ങളായ ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ്. ഇത് ഹെമറ്റോബോയിസിസ് എന്ന പ്രക്രിയയിലൂടെയാണ് നടക്കുന്നത്. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ. ഗുപ്തകാലഘട്ടത്തിൽ 4-ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 5-ാം നൂറ്റാണ്ടിന്റെ ആദ്യം വരെ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ചൈനീസ് ബുദ്ധസന്യാസിയും സഞ്ചാരിയുമാണ് ഫാഹിയാൻ. അദ്ദേഹത്തിന്റെ യാത്രാവിവരണങ്ങൾ ഇന്ത്യൻ ചരിത്ര പഠനത്തിന് പ്രധാനപ്പെട്ട രേഖകളാണ്. സ്വാമി ചിന്മയാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേര് ബാലകൃഷ്ണ മേനോൻ. ചിന്മയ മിഷന്റെ സ്ഥാപകനും പ്രമുഖ ആത്മീയ ഗുരുവുമായിരുന്ന സ്വാമി ചിന്മയാനന്ദന്റെ പൂർവാശ്രമത്തിലെ പേര് ബാലകൃഷ്ണ മേനോൻ എന്നായിരുന്നു. അദ്ദേഹം വേദാന്ത പഠനങ്ങളിലൂടെ ലോകമെമ്പാടും പ്രശസ്തനായി. ഗ്വാളിയോർ മുമ്പ് ഭരിച്ചിരുന്ന രാജവംശം സിന്ധ്യ. മറാഠ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഗ്വാളിയോർ ഭരിച്ചിരുന്നത് സിന്ധ്യ രാജവംശമായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഈ രാജവംശം ബ്രിട്ടീഷ് ഭരണകാലത്തും ഒരു പ്രധാന നാട്ടുരാജ്യമായി നിലനിന്നു. നിർവൃതി പഞ്ചകം രചിച്ചത് ശ്രീനാരായണ ഗുരു. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും മഹാനായ ഗുരുവും കവിയുമായിരുന്ന ശ്രീനാരായണ ഗുരു രചിച്ച 5 ശ്ലോകങ്ങളടങ്ങിയ ഒരു കൃതിയാണ് നിർവൃതി പഞ്ചകം. ആത്മീയമായ മോക്ഷത്തെക്കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കറുകച്ചാൽ. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ നായർ സർവീസ് സൊസൈറ്റിയുടെ NSS ആദ്യത്തെ സ്കൂൾ കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലാണ് ആരംഭിച്ചത്. ഇത് നായർ സമുദായത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൽ ഒരു നാഴികക്കല്ലായിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമായിരുന്നത് കേരള കേസരി.
തിരുവിതാംകൂറിലെ പിന്നോക്ക സമുദായക്കാർക്ക് സർക്കാർ ജോലികളിൽ സംവരണം ആവശ്യപ്പെട്ട് നടന്ന നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാന മുഖപത്രങ്ങളിലൊന്നായിരുന്നു കേരള കേസരി. ഈ പത്രം പ്രക്ഷോഭത്തിന് വലിയ പ്രചാരം നൽകി. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ. പരമുപിള്ള. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ ഭൃത്യജന സംഘത്തിന് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ. പരമുപിള്ളയാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം സമുദായത്തിന്റെ സേവന സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നതായിരുന്നു. മധ്യപ്രദേശിൽ എവിടെയാണ് ആൽക്കലോയിഡ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്? നീമച്ച്. മധ്യപ്രദേശിലെ നീമച്ചിൽ സ്ഥിതി ചെയ്യുന്ന ആൽക്കലോയിഡ് ഫാക്ടറി ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആൽക്കലോയിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് രാജ്യത്തെ മരുന്ന് വ്യവസായത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. 1977 നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയത് ആരാണ്? രാജ് നാരായൺ. 1977 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ റായ്ബറേലി മണ്ഡലത്തിൽ വെച്ച് രാജ് നാരായൺ ഇന്ദിരാഗാന്ധിയെ അട്ടിമറിച്ചു. ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. ദശാവതാരങ്ങളിൽ അവസാനത്തേത് ഏതാണ്? കൽക്കി. വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ അവസാനത്തേതാണ് കൽക്കി. കലിയുഗത്തിന്റെ അവസാനത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ കൽക്കി അവതരിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം. മേയറെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പദം ഏതാണ്? ആരാധ്യൻ, ആരാധ്യയായ. കേരളത്തിൽ ആദരണീയ എന്ന് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഒരു മേയറെ ഔദ്യോഗികമായി അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണിത്. ഇത് ആ സ്ഥാനത്തുള്ള വ്യക്തിയോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നു. കേരള കിസിഞ്ചർ എന്നറിയപ്പെട്ടത് ആരാണ്? ബേബി ജോൺ. പ്രമുഖ കേരള രാഷ്ട്രീയ നേതാവായിരുന്ന ബേബി ജോൺ വിദേശകാര്യങ്ങളിൽ വിദഗ്ധനായിരുന്ന ഹെൻറി കിസിഞ്ചറുമായി താരതമ്യം ചെയ്യപ്പെട്ടിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഈ വിളിപ്പേര് ലഭിച്ചു. മേഘാലയയുമായി അതിർത്തി പങ്കിടുന്ന ഏക അയൽരാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ഇന്ത്യൻ സംസ്ഥാനമായ മേഘാലയയുടെ തെക്ക് ഭാഗത്തായി ബംഗ്ലാദേശ് സ്ഥിതി ചെയ്യുന്നു. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പ്രധാന അതിർത്തി പങ്കിടൽ മേഖലയാണ്. കേരള ലിങ്കൺ എന്നറിയപ്പെട്ടത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. സാമൂഹിക പരിഷ്കർത്താവും കവിയുമായിരുന്ന പണ്ഡിറ്റ് കെ. പി. കറുപ്പൻ ജാതി വിവേചനത്തിനെതിരെയും ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനുവേണ്ടിയും പോരാടി. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യാറുണ്ട്. ഏറ്റവും കുറച്ചുകാലം ഉപരാഷ്ട്രപതി സ്ഥാനം വഹിച്ചത് ആരാണ്? വി. ഗിരി. വി. ഗിരി ഇന്ത്യയുടെ 4ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് കുറഞ്ഞ കാലം മാത്രമേ അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. ലോകത്തിൽ ജനങ്ങൾ ഏറ്റവുമധികം തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഏതാണ്? മക്കാവു. ചൈനയുടെ പ്രത്യേക ഭരണപ്രദേശമായ മക്കാവു ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ ഒന്നാണ്. ചെറിയ ഭൂവിസ്തൃതിയിൽ വലിയ ജനസംഖ്യയുള്ള ഇവിടെ ചൂതാട്ട കേന്ദ്രങ്ങൾക്കും വിനോദസഞ്ചാരത്തിനും പേരുകേട്ടതാണ്. ആധുനിക റഷ്യൻ സാഹിത്യത്തിന്റെ പിതാവ് ആരാണ്? അലക്സാണ്ടർ പുഷ്കിൻ. റഷ്യൻ സാഹിത്യത്തിലെ അതികായനായ അലക്സാണ്ടർ പുഷ്കിൻ ആധുനിക റഷ്യൻ സാഹിത്യത്തിന്റെ സ്ഥാപകനായി കണക്കാക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കവിതകളും നാടകങ്ങളും റഷ്യൻ ഭാഷയുടെയും സാഹിത്യത്തിന്റെയും വികാസത്തിന് വലിയ സംഭാവനകൾ നൽകി. ബോളിവുഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എന്താണ്? മുംബൈയിലെ സിനിമാ വ്യവസായം. ഇന്ത്യൻ സിനിമയുടെ കേന്ദ്രമായ മുംബൈയിലെ ഹിന്ദി ചലച്ചിത്ര വ്യവസായത്തെയാണ് ബോളിവുഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര വ്യവസായങ്ങളിലൊന്നാണ്. തൊണ്ടമുഴ ഉണ്ടാകുന്നത് ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ്? അയഡിൻ. തൈറോയിഡ് ഗ്രന്ഥിയുടെ സാധാരണ പ്രവർത്തനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. അയഡിന്റെ കുറവ് ഗോയിറ്റർ അഥവാ തൊണ്ടമുഴയ്ക്ക് കാരണമാകുന്നു. താവോയിസത്തിന്റെ സ്ഥാപകൻ ആരാണ്? ലാവോൽസെ. പുരാതന ചൈനീസ് തത്വചിന്താ വിഭാഗമായ താവോയിസത്തിന്റെ സ്ഥാപകനാണ് ലാവോൽസെ. താവോ തേ ചിങ് എന്ന ഗ്രന്ഥം താവോയിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ വിശദീകരിക്കുന്നു. 1993 തന്റെ രാഷ്ട്രീയ എതിരാളിയോടൊപ്പം F. ഡി ക്ലർക്ക് സമാധാന നോബൽ പങ്കിട്ടത് ആരാണ്? നെൽസൺ മണ്ടേല.
ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ നെൽസൺ മണ്ടേല 1993-ൽ ഫ്രെഡറിക് വില്യം ഡി ക്ലർക്കിനോടൊപ്പം സമാധാന നോബൽ സമ്മാനം പങ്കിട്ടു. ഇത് ദക്ഷിണാഫ്രിക്കയിൽ ജനാധിപത്യം സ്ഥാപിക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് അംഗീകരിക്കുന്നതായിരുന്നു. ലോകത്താദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ച രാജ്യം ഏതാണ്? ചൈന. 10ാം നൂറ്റാണ്ടിൽ ചൈനയിലാണ് ലോകത്ത് ആദ്യമായി പേപ്പർ കറൻസി ഉപയോഗിച്ചത്. ഇത് വ്യാപാരത്തിലും സാമ്പത്തിക മേഖലയിലും ഒരു വിപ്ലവം സൃഷ്ടിച്ചു. മനുഷ്യശരീരത്തിലെ രക്തത്തിന്റെ ശരാശരി അളവ് എത്രയാണ്? 5 ലിറ്റർ. ഒരു ശരാശരി മുതിർന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഏകദേശം 5 ലിറ്റർ രക്തമുണ്ട്. ഇത് ശരീരത്തിലെ ഓക്സിജൻ, പോഷകങ്ങൾ എന്നിവയുടെ വിതരണത്തിന് അത്യാവശ്യമാണ്. ലോകപ്രസിദ്ധമായ കോഹിനൂർ രത്നം ലഭിച്ച ഖനി ഏതാണ്? ഗോൽക്കൊണ്ട. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലുള്ള ഗോൽക്കൊണ്ട ഖനി ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വജ്രങ്ങളുടെ ഉറവിടമായിരുന്നു. കോഹിനൂർ ഉൾപ്പെടെയുള്ള പല വലിയ വജ്രങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചു. തിരുവനന്തപുരത്ത് ജനിക്കുകയും ജർമ്മനി കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും ചെയ്ത വിപ്ലവകാരി ആരാണ്? ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനിയും വിപ്ലവകാരിയുമായിരുന്നു ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. 1-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിച്ചു. ലോകത്തിന്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന പ്രയറി പുൽമേടുകൾ കാണപ്പെടുന്ന വൻകര ഏതാണ്? വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിലെ വിശാലമായ പുൽമേടുകളായ പ്രയറി ലോകത്തിലെ ഏറ്റവും വലിയ ധാന്യ ഉത്പാദന കേന്ദ്രങ്ങളിലൊന്നാണ്. ഈ മേഖല ലോകത്തിന്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്നു. UN ചാർട്ടർ ഒപ്പുവെച്ച സ്ഥലം? സാൻ ഫ്രാൻസിസ്കോ. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപന രേഖയായി UN ചാർട്ടർ 1945 ജൂൺ 26-ന് സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ഒപ്പുവെച്ചു. ഇത് ലോക സമാധാനത്തിനായി രൂപീകരിച്ച ഒരു പ്രധാന ഉടമ്പടിയാണ്. 1971-ലെ ഇൻഡോപാക് യുദ്ധകാലത്ത് ഇന്ത്യയുടെ സർവ്വസേനാധിപൻ VV ഗിരി. 1971-ലെ ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതിയും സർവ്വസേനാധിപനും VV ഗിരി ആയിരുന്നു. ഈ യുദ്ധത്തിലാണ് ബംഗ്ലാദേശ് രൂപം കൊണ്ടത്. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് KM കേശവൻ. കേരളത്തിലെ ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റായിരുന്നു KM കേശവൻ. കേരളത്തിലെ വായനാശീലം വളർത്തുന്നതിൽ ഈ പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചു. ബ്ലൂ ബുക്ക് ഏത് രാജ്യത്തെ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ്? ബ്രിട്ടൻ. ബ്രിട്ടൻ സർക്കാരിന്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾക്കും മറ്റ് രേഖകൾക്കും ബ്ലൂ ബുക്ക് എന്ന് പറയാറുണ്ട്. ഇത് ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിന്റെ പേരായി ഉപയോഗിക്കുന്നു. മനുഷ്യരാശിയെക്കുറിച്ചുള്ള ശരിയായ പഠനമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത്? അലക്സാണ്ടർ പോപ്പ്. ഇംഗ്ലീഷ് കവിയായ അലക്സാണ്ടർ പോപ്പാണ് മനുഷ്യരാശിയെക്കുറിച്ചുള്ള ശരിയായ പഠനമാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത്. ഇത് മാനുഷിക സ്വഭാവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വെളിപ്പെടുത്തുന്നു. ബ്ലൂ വാട്ടർ പോളിസിയുമായി ബന്ധപ്പെട്ട ഭരണാധികാരി ഡി അൽമേഡ. പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് നീല ജലനയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പോർച്ചുഗീസ് ആധിപത്യം സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. വിവരാവകാശ നിയമം RTI പാസാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ജനകീയ പ്രസ്ഥാനമാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ MKSS. രാജസ്ഥാനിൽ നിന്നാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. ഡാന്യൂബിന്റെ നഗരം എന്നറിയപ്പെടുന്നത്? ബെൽഗ്രേഡ്. ഡാന്യൂബ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിനെ ഡാന്യൂബിന്റെ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നു. സാമൂതിരി സദസ്സിലെ സാഹിത്യ പ്രതിഭകളായ 18 കവികളിൽ അരക്കവിയാര്? പൂനം നമ്പൂതിരി. കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുടെ സദസ്സിലുണ്ടായിരുന്ന 18 കവികളിൽ അരക്കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പൂനം നമ്പൂതിരിയാണ്. ഗ്ലാസിനു കടുംനീലനിറം നൽകുന്നത്? കോബാൾട്ട് ഓക്സൈഡ്.
ഗ്ലാസിന് കടുംനീല നിറം നൽകുന്നതിന് കോബാൾട്ട് ഓക്സൈഡ് എന്ന രാസവസ്തു ഉപയോഗിക്കുന്നു. ഗ്ലാസ് വ്യവസായത്തിൽ ഇത് ഒരു സാധാരണ രാസവസ്തുവാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് 1828-ൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചു. സാമൂഹിക മത പരിഷ്കരണമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഗ്ലാസ് ലയിക്കുന്നത് എന്തിലാണ്? ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. ഗ്ലാസിനെ ലയിപ്പിക്കാൻ കഴിവുള്ള ഒരേയൊരു ആസിഡ് ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, ഹൈഡ്രോഫ്ലോറിക് ആസിഡ് ആണ്. ഗ്ലാസ് കൊത്തുപണികൾക്ക് ഇത് ഉപയോഗിക്കുന്നു. വാഗ ബോർഡർ ഏത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യയും പാകിസ്ഥാനും. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിലെ ഒരു പ്രധാന സ്ഥലമാണ് വാഗ ബോർഡർ. ദിവസേന നടക്കുന്ന പതാക താഴ്ത്തൽ ചടങ്ങ് ഇവിടെ ഒരു പ്രധാന ആകർഷണമാണ്. 1912-ൽ ജനഗണ മന എന്ത് ശീർഷകത്തിലാണ് തത്വബോധിനിയിൽ പ്രസിദ്ധീകരിച്ചത്? ഭാരതവിധാത്ത. രബീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയഗാനമായ ജനഗണ മന 1912-ൽ ഭാരതവിധാത്ത എന്ന ശീർഷകത്തിൽ തത്വബോധിനി പത്രികയിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. മനുഷ്യരക്തത്തിൽ ഓക്സിജൻ വഹിച്ചുകൊണ്ടുപോകുന്ന ഘടകം ഏത്? ഹീമോഗ്ലോബിൻ. മനുഷ്യരക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണുന്ന ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ. ശ്വാസകോശത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. കുമാരനാശാൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സംഘടന ഏത്? SNDP. മഹാകവി കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിന്റെ പ്രമുഖ ശിഷ്യനും SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. ചന്ദ്ര എന്ന ഉപഗ്രഹം ആരുടെ സ്മരണ നിലനിർത്തുന്നതിനായാണ് അമേരിക്ക വിക്ഷേപിച്ചത്? ഡോക്ടർ S. ചന്ദ്രശേഖർ. ഇന്ത്യൻ വംശജനായ അമേരിക്കൻ ഊർജ്ജതന്ത്രജ്ഞൻ ഡോക്ടർ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറിന്റെ സ്മരണാർത്ഥമാണ് നാസ തങ്ങളുടെ എക്സ്-റേ ദൂരദർശിനിക്ക് ചന്ദ്ര എക്സ്-റേ ഒബ്സർവേറ്ററി എന്ന് പേര് നൽകിയത്. നക്ഷത്രങ്ങളുടെ പരിണാമം സംബന്ധിച്ച ഗവേഷണങ്ങൾക്ക് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. മനുഷ്യരിൽ ഏത് അവയവത്തിലാണ് ബീജസങ്കലനം നടക്കുന്നത്? ഫെലോപ്പിയൻ ട്യൂബ്. സ്ത്രീകളുടെ പ്രത്യുത്പാദന വ്യവസ്ഥയിലെ പ്രധാന ഭാഗമാണ് ഫെലോപ്പിയൻ ട്യൂബ്. അണ്ഡാശയത്തിൽ നിന്ന് പുറത്തുവരുന്ന അണ്ഡം ബീജവുമായി സംയോജിച്ച് ബീജസങ്കലനം നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ്.